സത്രശാലയിൽ ഇത് മലയാളം മനോരമ റിപ്പോർട്ട് ചെയ്യാണ്. എന്താ പറയുന്നത്? ഏറ്റവും വലിയ 8ാം ഭാഗവത തത്വ സമീക്ഷാ സത്രം നടക്കുന്ന പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം മുള്ളൂർക്കര മുഹമ്മദ് അലി സഫാഫി എത്തി കേട്ടോ. മൂപ്പരിന്നിട്ട് അവിടെ സ്വാമിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സന്ധ്യാനേരത്ത് നടക്കുന്ന നാമസങ്കീർത്തന പരിക്രമത്തിൽ പങ്കെടുത്ത് ശരീരത്തിനും മനസ്സിനും പുത്തൻ ഊർജം കിട്ടി. അതെന്റെ അനുഭവമാണെന്ന് സഖാഫി അഭിപ്രായപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്ത് അതാ പാമരന്മാരായ ആളുകൾ, പാവങ്ങൾ, നമ്മളെ പള്ളിക്കലൊരു മൊലിയരട്ടി വന്നിട്ടുണ്ട്. മൊലിയരട്ടി ഖുർആനൊക്കെ പഠിച്ച് ഹദീസൊക്കെ പഠിച്ച് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുമെന്ന് വിചാരിച്ച് ചോറ് കൊടുത്ത് വസ്ത്രം വാങ്ങിക്കൊടുത്ത് ശമ്പളം കൊടുത്ത് വളർത്തിയുണ്ടാക്കിയ മുസ്ലിയാരുകുട്ടി വളർന്ന് വലുതായപ്പോ പറയാണ്, നാമസങ്കീർത്തന കേന്ദ്രങ്ങളിൽ എത്തിയാലേ സമാധാനവും അതുപോലെ തന്നെ ആശ്വാസമൊക്കെ കിട്ടൂ എന്ന് പറഞ്ഞാൽ, ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു എന്താ പറയുന്നത്? അലാ അറിയണേ, ബിദിക്രില്ല, പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമേ തത്മയിന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടൂ, ഒതുക്കം കിട്ടൂ എന്ന്. അങ്ങനെ സഖാഫി ഉദ്ഘാടനം ചെയ്താൽ പിന്നെ നേതാക്കന്മാർക്കൊക്കെ തോന്നി അതാ മതാമൃതാനന്ദമയിയുടെ കാൽക്കീഴിലേക്ക് അതാ CM ഇബ്രാഹിം ചെന്നിരിക്കുകയാണ്. ഇവർക്ക് എന്തു ആവാലോ, കാരണം ശൈഖുനാന്റെ അടുത്ത ആളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വീറുറ്റ ശബ്ദമാണ്, കരുത്തുറ്റ ശബ്ദമാണ് CM ഇബ്രാഹിം എന്ന് സനദൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ മൂപ്പര് പിന്നെ ആശീർവാദം തേടാൻ മടിച്ചില്ല. അമ്മയുടെ കേന്ദ്രത്തിൽ പോയിട്ട് ആശീർവാദത്തിന് പോയി. അങ്ങനെ പോകുന്ന പല നേതാക്കന്മാരുണ്ട്, അങ്ങനെ പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വരെ ഉണ്ട്. ഇത് ആരെഴുതിയ പുസ്തകാരിയോ? ഇത് റഹ്മത്തുള്ള ഖാസിമി. ഒരാളുണ്ടല്ലോ, ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നായിരുന്നു പണ്ടത്തെ അഭിപ്രായം. മൗലവിമാര് ഖുർആൻ ക്ലാസ്സിലാക്കുകയാണ്, ഞങ്ങൾ അതിന് കിട്ടൂല, അവര് പിന്നെ പിഞ്ഞാണത്തിലേ ആക്കുള്ളൂ, അപ്പൊ അവര് ക്ലാസ്സിലാക്കുകയാണെന്ന് പറഞ്ഞ ഖുർആൻ ക്ലാസ്സുകളെ പരിഹസിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോ നേരത്തെ എന്റെ സഹോദരൻ സൂചിപ്പിച്ചില്ലേ, ഇവിടെ നമ്മൾ പെരിന്തൽമണ്ണയിൽ ലേണിംഗ് ക്ലാസ് തുടങ്ങിയപ്പോ 500-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആ ഒഴുക്ക് കണ്ട് ഞെട്ടിത്തെരിച്ചതാ ഒരിക്കൽ ഉറക്കത്തില്. ആ ഒഴുക്കിനെ പറ്റി കേട്ടപ്പോ ഒരു ഉറക്കത്തിൽ ഞെട്ടിത്തെറിച്ചതാ. പിന്നെ ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ വിട്ടാ പറ്റൂല, ഇങ്ങനെ ആയാൽ പിന്നെ മൗലവിമാരെ മുമ്പ് തന്നെ ആളുകൾ പോയിട്ട് ശരിയായ ഖുർആൻ പഠിക്കൂലേ, അവിടെ നമ്മൾ ഒന്ന് ഖുർആൻ സ്റ്റഡി സെന്റർ, പിന്നെ ഖുർആൻ സ്റ്റഡി സെന്റർ. ആ ഭാഷ പോലും നരകത്തിലെ ഭാഷയാണത്, വേറെ കാര്യം. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോയിട്ട് ശുദ്ധ മലയാളത്തിൽ പഴക്കം പറയുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ല ഇനി എന്ന് പറഞ്ഞ് പാതിരാക്ക് ലേലം വിളിയോടടുത്ത സമയത്ത് പ്രാർത്ഥിച്ചിരുന്ന നാടാ നമ്മുടെ കേരളം. ശുദ്ധ മലയാളം പറയുന്നതിൽ ഇംഗ്ലീഷ് അന്ന് പണ്ഡിതന്മാർക്ക് പറയേണ്ടി വന്നു, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെങ്കിലും നിങ്ങളൊന്ന് പഠിക്കും കൗമേ, കാരണം നരകത്തിലേക്ക് ഏതായാലും ഈ പോക്ക്, അവിടെ ചെന്നൊരിട്ട് ചൂടുവെള്ളെങ്കിലും ചോദിക്കണമെങ്കിലും ഇംഗ്ലീഷ് അറിയണ്ടേ എന്ന് പറയേണ്ട ഒരു ഗതികേട് വരെ ഈ രാജ്യത്ത് ഉണ്ടായി. നോക്കൂ നിങ്ങൾ, അവിടെ അതൊക്കെ ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്കാനം വരും, ഛർദി വരും. അയ്യയ്യേ, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറഞ്ഞില്ലേന്ന് കിതാബും ഏടൊന്നും വേണ്ട. രാജ്യത്ത് തലനിറച്ച ഏതെങ്കിലും കാരണവന്മാരുണ്ടെങ്കിൽ അവരോടൊന്ന് പോയി ചോദിച്ചാൽ ഉത്തരം റെഡിയായിരിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, അങ്ങനെ മൂപ്പരിക്ക് തോന്നി ഇങ്ങനെ വിട്ടാൽ പറ്റൂല. അങ്ങനെ മൂപ്പര് ഖുർആൻ സ്റ്റഡി സെന്റർക്ക് തുടങ്ങി. അങ്ങനെ മൂപ്പരൊരു ബുക്ക് എഴുതി, ഷിർക്കിന്റെ വിവിധ മുഖങ്ങൾ. ഷിർക്കിന് ഒരുപാട് മുഖമുണ്ട്. നാം പല ആളുകളും പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മുസ്ലിം ചൊല്ലിയാൽ പിന്നെ ഷിർക്ക് വരികേ മുജാഹിദേ? അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ സംഭവിക്കോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരെ ഷിർക്കിന്റെ ആളുകളാണെന്ന് പറയാൻ മുജാഹിദുകൾ തയ്യാറാകുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? എന്നാൽ ഇയാളിതിൽ പറയുന്നത് എന്താണെന്നറിയോ? കേട്ടോ നിങ്ങൾ, എല്ലാ ആളുകളും ഇപ്പൊ എവിടുക്കാ പോകുന്നത്? ആളുകൾ ഇപ്പൊ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ പറയാണ്. എന്താ പറയുന്നത്? അവര് പറയുന്നത്, ഇന്നാളുകൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ആളുകളൊന്ന് പോകുന്ന കേന്ദ്രം ഏതാണെന്നാണ് പരിചയപ്പെടുത്തുന്നത്. ശരിക്ക് കേട്ടോളൂ, മുസ്ലിങ്ങളിൽപ്പെട്ട സാധാരണക്കാര് മാത്രമല്ല. ഇയാൾ പറയുകയാണ്, ഹെഡിങ് എന്താണ്? നേതാക്കൾ വരെ ശിർക്കിന്റെ കേന്ദ്രങ്ങളിൽ. ഹെഡിങ് ആണ്. ഇനി കേട്ടോ, മുസ്ലിങ്ങളിൽപ്പെട്ട സാധാരണക്കാര് മാത്രമല്ല. അപ്പൊ ആ വരിയിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി, മുസ്ലിമീങ്ങളിലെ സാധാരണ ജനങ്ങൾ ശിർക്കിലേക്ക് പോകുന്നുണ്ട്. അതയാൾ സമ്മതിച്ചു. പിന്നെ പറയാണ്, മുസ്ലിങ്ങളിൽപ്പെട്ട സാധാരണക്കാര് മാത്രമല്ല,
തങ്ങളുടെ സമുദായ രക്ഷകരെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയക്കാരും പ്രമാണിമാരും പൗരപ്രമുഖരും വരെ ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറുന്നു. മന്ത്രിമാരും ജനപ്രതിനിധികളും അവരുടെ ആശ്രമത്തിലെ എത്തിലുകൾക്കായി പാത്തും പതുങ്ങിയും നടക്കുന്നു. ആൾദൈവ മഠങ്ങളിൽ അന്തിയുറങ്ങുന്ന രാഷ്ട്രീയക്കാർ അവരുടെ ഘോഷപരിപാടികൾക്കും ഉത്സവങ്ങൾക്കും ഔദ്യോഗിക അവധികളും ട്രെയിനുകളിൽ പ്രത്യേക കൺസെഷനുകളും അനുവദിക്കുന്നു. ഇത് മൂപ്പർക്ക് വലിയ പ്രയാസം. മൂപ്പര് എല്ലായിടത്തും അങ്ങട്ടാ എണ്ണണേ, മറ്റേ മഠം. നമ്മൾ പറയുന്നത് അത് മാത്രല്ല, നിങ്ങൾക്ക് ആ വർഗീയത നമ്മൾ സമ്മതിക്കൂല. അവിടേക്ക് മാത്രല്ല ശിർക്കിന്റെ കേന്ദ്രങ്ങൾ, നിങ്ങൾ ഉണ്ടാക്കിയ ദർഗകളും മഖാമുകളും നിങ്ങളുടെ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളും കൂടി ആ പട്ടികയിൽ എന്നാണ്. അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല. എന്താ തുറന്നാണ് പറഞ്ഞാൽ നോമിനേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദർഗയിൽ പോയിട്ട് പൊരുത്തം വേണല്ലേ, ഗുരുത്തം വേണല്ലേ? എന്തേ പറയാത്തത്? എന്തേ രാഷ്ട്രീയ നേതാക്കളും പ്രമാണികളും മഠങ്ങളിലും ചർച്ചകളിലും മാത്രം പോകുന്നത് പറയുന്നത്? അവിടെ മാത്രമല്ല, സമാധാനം കിട്ടാൻ എല്ലാ സ്ഥലങ്ങളിലും പോകണമെന്നാണ്. നിങ്ങൾ നോക്കൂ, ഇത് നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ അടുത്ത ഹെഡിങ് നോക്ക്, മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ ഇതാ നേർച്ച സമർപ്പിച്ചു. ഇവർ നേർച്ച സമർപ്പിച്ചു. കേട്ടോ നിങ്ങൾ, ആരാധനാലയ തർക്കത്തിൽ രാജ്യം മുഴുവൻ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇങ്ങ് ഉത്തര മലബാറിലെ ആരാധനാലയത്തിൽ ഹിന്ദു മതസ്ഥരും മുസ്ലിങ്ങളും ഒറ്റ മനസ്സോടെ തങ്ങളുടെ രക്ഷകനെ പ്രാർത്ഥിച്ച് മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃക തീർക്കുന്നു. നോക്കണം നിങ്ങൾ, കണ്ടോ? അവിടെ പോയിട്ട് ഹിന്ദു മുസ്ലിം ഒരുപോലെ അവരുടെ രക്ഷകനായിട്ട് അവിടെ മറവട്ടയാളോട് പ്രാർത്ഥിക്കുകയാണ്, ബീവിയോട്, തങ്ങളോട്. നോക്കണം, ഇത് സമാധാനത്തിന്റെ മാർഗം. പ്രിയപ്പെട്ടവരെ, ഇതാ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. റബ്ബിൽ നിന്ന് വിട്ടാ പിന്നെ എവിടെയാ പോകുക എന്നറിയൂല. മാത്രല്ല, കേട്ടോ, അടുത്ത റിപ്പോർട്ട് മാതൃഭൂമിയിൽ, വേദനയും കഷ്ടപ്പാടുകളും കണ്ണീരോടെ പറയാനും അനുഗ്രഹം തേടി സംതൃപ്തി അടയാനും എത്തുന്ന തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ ഇവിടത്തെ സ്ഥിരം കാഴ്ചയാണ്. എവിടെയാണ് പറയുന്നത്? കൂർമ്പ ഭഗവതിയുടെ മുഖ്യ പ്രതിഷ്ഠയുടെ മുമ്പിലെ കാര്യമാ പറയുന്നത്. തട്ടമിട്ട ഉമ്മമാരി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ അവിടെയാണ് എത്തുന്നത് എന്ന് നോക്കൂ നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇനിയും കണ്ടോ നിങ്ങൾ, ഒരു രാഷ്ട്രീയ നേതാവ് എഴുതുന്നത്, ഒരു രാഷ്ട്രീയ നേതാവ് സ്ഥാനാർത്ഥിയൊക്കെയായിട്ട് ജയിക്കും, MP ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ നിന്നല്ലോ. മൂപ്പര് എഴുതേണ്. മൂപ്പര് പറയുന്നത് എന്താണെന്നറിയങ്ങള്? രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ശിർക്കിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ, അവരുടെ എല്ലാ അന്ധവിശ്വാസങ്ങളെയും ഇറക്കിത്തുറപ്പിക്കാൻ മൂപ്പര് പറയാൻ എഴുതാണ്. നമ്മൾ രണ്ടത്താണിക്കാരൻ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ എന്ന് പറയുന്നയാള്, അയാൾ എഴുതുകയാണ്. കേട്ടോ, ആളെ തിരിയാൻ വേണ്ടിയാ പറയുന്നത്. കാടടക്കി വെടിവെക്കുണ്ടല്ലോ, എഴുതിയോനെ പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള നിലക്കാണ് ആളെ പറയുന്നത്. കേട്ടോളൂ, എന്താ എഴുതിയത്? ഹംസാക്ക പണ്ട് നിലമ്പൂരിലും ഈടെ മഞ്ചേരിയിലും ജയിച്ചു കയറിയത് മാലവാടിയും മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുമാണെന്ന് നമുക്ക് തെളിവുണ്ടല്ലോ. കേട്ടോ, മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാനുള്ള തെളിവെന്താ? ഹംസാക്ക ജയിച്ചില്ലേ, മഞ്ചേരി ജയിച്ചില്ലേ. അപ്പൊ തോറ്റതോ ആരെ വിളിച്ച്? അത് നിങ്ങൾക്ക് അറിയില്ല, അതറിയില്ല. അവിടെ ഇവിടെയൊക്കെ ജയിച്ചത് മാലപാടിയിട്ട്. മാത്രല്ല അവസാനം എന്താ പറയണെന്നറിയോ? ഇപ്പൊ സർക്കാർ തലത്തിലാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ട് കഴിച്ചത്. ചിദാനന്ദൻ സാറും എല്ലാവരും കൂടിയാണ് ഇപ്പോ മുഹീദ്ദീൻ മാലിന്റെ ആണ്ട് കഴിച്ചത് എന്നാണ് മൂപ്പര് പറയുന്നത്. മാത്രല്ല, അതുകൊണ്ട് ഇപ്പോ മുഹീദ്ദീൻ ശൈഖിന് വലിയ സന്തോഷം ഇപ്പൊ ഖബറിൽ. കാരണം എന്താ? ഇവിടുത്തെ സർക്കാരിന്റെ ആണ്ടാഘോഷിക്കുന്നുണ്ട്. അതുപോലത്തെ തങ്ങന്മാരൊക്കെ വലിയ സന്തോഷത്തിലാണ്, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അവസാനം രണ്ടത്താണിക്കാരൻ പറയാണ്, ശൈഖുമാരൊക്കെ പ്രാർത്ഥിക്കട്ടെ. ആരോടെന്ന് പറയില്ല, ശൈഖുമാരൊക്കെ പ്രാർത്ഥിക്കട്ടെ, അവരെ വിളിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ശൈഖുമാരുടെ കാരുണ്യത്തിലൂടെ മുസ്ലിമെ ഒരു മുസ്ലിമിന്റെ തൂലികയിൽ നിന്ന് വിസർജിച്ച വരികളാ കേൾപ്പിക്കുന്നത്. ഒരു മുസ്ലിമിന്റെ നാവിലൂടെ തൂലികയിലൂടെ വരാവുന്ന വാക്കുകളാണോ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന മുസ്ലിമെ 100 ആവർത്തി മനസ്സിനോട് ചോദിക്ക്, എന്താണ് അയാൾ പറയുന്നത്? ശൈഖുമാരുടെ കാരുണ്യത്തിലൂടെ നമ്മുടെ കാര്യങ്ങൾ സാഫല്യമാകട്ടെ. നമുക്ക് ശൈഖുമാരിങ്ങനെ പ്രാർത്ഥിക്കട്ടെ, നമുക്ക് ശൈഖുമാരോട് പ്രാർത്ഥിക്കാം. ഇത് എഴുതിയത് സിറാജ് എന്ന് പറയുന്ന പത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, എവിടത്തേക്കാണ് ഈ സമുദായം പോകുന്നത്? മുജാഹിദ് പ്രസ്ഥാനം അതുകൊണ്ട് ഇത് വെട്ടിത്തുറന്ന് ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എന്ത് വേണം?
വേണ്ടത് മുസ്ലിം ഇസ്ലാമിനെ മനസ്സിലാക്കലാണ്. മറ്റോടത്ത് പോയാൽ ശിർക്ക്, ആ ജോത്സ്യന്റെ അടുത്ത് പോയാൽ ശിർക്ക്, ഈ നമ്പൂതിരിയുടെ അടുത്ത് പോയാൽ കുഴപ്പം, ചാത്തമ്മടത്തിൽ പോയാൽ കുഴപ്പം, തങ്ങളടുത്ത് പോയാൽ കുഴപ്പമില്ല, ബീവിന്റെ അടുത്ത് ഉറുക്കും നറുക്കിനും പോയാൽ കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? ഇല്ല. മൻ അതാ കാഹിന ഔ അറാഫ, ആരെങ്കിലും ഒരു ജോത്സ്യനെയോ പ്രശ്നം നോക്കുന്നവരെയോ അങ്ങനെ മഷിനോട്ടക്കാരെയോ ആരെയാവട്ടെ അവൻ സമീപിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകാര്യമല്ല. അവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇറക്കി കൊടുത്ത അള്ളാന്റെ കിതാബിൽ അവിശ്വസിച്ചവനാണ്. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ! ഇങ്ങനെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ജ്യോതിഷികൾ, ജ്യോത്സ്യന്മാർ, അത് അറബി മാന്ത്രികമായ കുഴപ്പമില്ല, അറബ് ഉറുസ്, അറബ് ഏലസ്, അറബ് ഐക്കല്ല്, ഇങ്ങനെയുണ്ടോ? എന്നിട്ട് ഈ രൂപത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരിക. മീഡിയകൾ പണം കിട്ടിയാൽ വൻ കവറേജ്, ഏതോ ഒരു ചങ്ങാതിപ്പോ വലിയ കാര്യമായിട്ട് വലിയ ഉറുക്കു ഏലസൊക്കെ ഗൾഫിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ വലിയ മോഹം വിചാരിച്ച് കയറ്റുമതി ചെയ്തു, ഇറക്കുമതി ചെയ്യാൻ പറ്റിയില്ല, എയർപോർട്ടിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റിയില്ല, നേരെ പോയി ഉള്ളിക്ക് കസ്റ്റംസ് പിടിച്ചു നോക്കുമ്പോ തകിട് വിചാരിച്ചതൊക്കെ തകിട് ആക്കാണ്ട് കൊണ്ടുപോവാ. തകിടും കോഴിമുട്ടിയും ആ രൂപത്തിലുള്ള കുറെ പ്രവർത്തനങ്ങളും കുറെ ഉറുക്കും നറുക്കും. ഇവർക്ക് എന്തൊക്കെയാ ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് ഇസ്ലാമാണെന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്? ഇസ്ലാമാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ടോ തലേക്കെട്ടും താടിയൊക്കെ ഉള്ള മുസ്ലിയാക്കന്മാര്. തലേക്കെട്ടിന്റെ വെണ്മക്ക് കുറവുണ്ടോ? താടിയുടെ നീളത്തിന് കുറവുണ്ടോ? ഒക്കെ നല്ല ആ രൂപത്തിലൊക്കെ ചെയ്തിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറക്കി വിട്ടൊരു പുസ്തകം നോക്കൂ നിങ്ങൾ. ഇതിലെന്താ പറയുന്നതെന്നറിയോ? ഇതില് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ പല പരിപാടികള്? കച്ചവട പുരോഗതിക്ക് എന്ത് വേണം? അന്ന് ഇട്ട കോഴിമുട്ടയിൽ കേട്ടോ, അന്നിട്ട കോഴിമുട്ട ഇന്നലത്തെ പറ്റൂല, ഫ്രഷ് ഇന്നത്തെ. അന്ന് ഇട്ട കോഴിമുട്ടയിൽ മുകളിൽ കൊടുത്ത തക്സീർ എഴുതി കടയിൽ വെക്കുക, മുസമ്മിൽ ഓതുകയും ചെയ്യുക, അത്ഭുതം കാണാം. ഏതാ മുട്ടമ്മൽ എഴുതേണ്ടത്? ഇത് ഒരു കളം. ആ കളത്തിൽ ഇങ്ങനെ 207, 214, 209, 208, 210, 212, 211, 206, 213, പിന്നെ നാല് പുറം ഒരു സ്റ്റാറും ഒരു ചിഹ്നവും. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ ചിഹ്നാവോ? ജമാഅത്തേർക്ക് പലയിടത്തും കണ്ണടയിൽ. ഇത് അതുമല്ല. ഇതേതാ ചിഹ്നെന്നും അറിയില്ല, ഏതാണെന്നും അറിയില്ല. ഇത് ആ രൂപത്തിലുള്ള ഒരു പരിപാടി. പിന്നെ ഓരോന്നിനും ഇവർക്ക് ഇതൊക്കെ എഴുതിയിട്ട് അങ്ങോട്ട് ഗൾഫിൽ കൊണ്ടുവരും. മന്ത്രിമാരുടെ അടുക്കൽ നിന്ന് കാര്യം നേടാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഈ സമൂഹേ ഇവര് പഠിപ്പിക്കണം. മന്ത്രിമാരുടെ അടുക്കുന്ന കാര്യം നേടാൻ എന്താ വേണ്ടത്? അതിനൊരു 2 കളവും വേറെ 2 കളമുണ്ട്. അതിന് കുറച്ച് പണിയുണ്ട്. കാരണം മന്ത്രിമാരുടെ അടുത്തേക്കല്ലേ പോകുന്നത്. അപ്പൊ അതിന് കുറച്ച് കാര്യമായിട്ട് പോകണം. അടുത്തത് ഉദ്ദേശിച്ചവളെ ഭാര്യയായി ലഭിക്കാൻ, ഉദ്ദേശിച്ചവളെ ഭാര്യയായിട്ട് ലഭിക്കണ്ടേ? അതിന് ഖമർ മുൻകലിബായ ബുർജിലുള്ള എന്താന്ന് മനസ്സിലായോ? മനസ്സിലാകാൻ പാടില്ലല്ലോ. നക്ഷത്രങ്ങളെ ആശ്രയിക്കാണ്, രാശി നോക്കിയാണ്. മുസ്ലിമിന്റെ അടുത്ത് പോയാൽ കുഴപ്പമില്ല, നമ്പൂതിരിയുടെ അടുത്ത് പോയാല്, ജ്യോതിഷിയുടെ അടുത്ത് പോയാല്, ജ്യോത്സ്യന്റെ അടുത്ത് പോയാലേ കുഴപ്പമുള്ളൂ. എന്നാ തങ്ങളാ മൊയ്യാരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറയാണ്, ഇങ്ങനെ അറബിയിൽ കുറെ നക്ഷത്രങ്ങളെ പേരൊക്കെ പറഞ്ഞിട്ട് പറയാണ്, വെള്ളിത്തകിടന്നെ വേണം. വെള്ളിയുടെ വിലയൊന്നും മൊയ്യരോട് പറയരുത്. ഈ സാധു പോയിട്ട് എല്ലാം വാങ്ങണം. വെള്ളിത്തകിടിൽ പനനീരിൽ കുങ്കുമം ചേർത്ത് മഷിയാക്കി എഴുതി മഹബൂബത്തിന്റെ വസ്ത്രത്തിന്റെ അസറും കൂട്ടി സൂക്ഷിക്കുക. മഹബൂബത്താരാ? കാമുകി ആരെയാ കെട്ടാ ഉദ്ദേശിച്ചത്? അവളുടെ വസ്ത്രത്തിന്റെ ഒരു അസറും കിട്ടണം. അവളൊരു വസ്ത്രത്തിന്റെ സാരി തുമ്പോ ചുരിദാറിന്റെ ഒരു കഷ്ണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയിട്ട് അതും കൂട്ടി സൂക്ഷിച്ചാൽ അത്ഭുതം കാണാം. നല്ല അത്ഭുത കാണാ. ഒരു ചിത്രം വരക്കണം. അവളങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ട് അവളുടെ ഒരു ചിത്രം കണ്ടോ, ഒരു പെണ്ണിന്റെ ചിത്രം കൊടുത്തിട്ട് ആ ചിത്രത്തിന്റെ താഴെ ഒരു കളമൊക്കെ. അപ്പൊ ഈ രൂപത്തിലുള്ള പ്രത്യേകമായ കാര്യം. ഇനി അടുത്ത കാര്യം എന്താ? പ്രേമവിവാഹം തടയാനുള്ള മന്ത്രം. ഭാര്യാഭർത്താക്കന്മാരുടെ രഹസ്യ വേഴ്ച ഇല്ലാതാക്കാൻ, ഇന്നാലില്ല അവരുടെ രഹസ്യ വേഴ്ച ഇല്ലാതാക്കാനാണ് വേണ്ടത്. അതെന്താ?